السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين. أما بعد. സഹോദരങ്ങളെ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കടബാധ്യത ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പള്ളി പരിപാലനത്തിലേക്കായി എല്ലാവരും നന്നായി സദഖ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും നന്നായി സദഖ ചെയ്യുമായിരുന്നു. അതുപോലെ സദഖ ചെയ്യുമായിരുന്നു. കാന അജ്വദുന്നാസ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് പറയുകയാണ്, കാന അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഔദാര്യമുള്ള, നന്നായി ചെലവഴിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് നല്ല നിയത്തോടെ പള്ളി പരിപാലനത്തിനായി സദഖ ചെയ്യുക. പള്ളിക്ക് വേണ്ടി ചെയ്യുന്ന സദഖ ഇൻഷാ അല്ലാഹ് സദഖത്തുൻ ജാരിയായിരിക്കും. അത് നമ്മുടെ മരണത്തിന് ശേഷവും അതിൻ്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, സദഖ ഒരിക്കലും സമ്പത്തിൽ നിന്ന് കുറച്ചിട്ടില്ല, കുറക്കുകയില്ല. സദഖ കൊടുക്കുന്നതിന് സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ദിവസവും രണ്ട് മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലാഹുമ്മ അഅതി മുംഫിഖൻ ഖലഫ വഅഅതി മുംസികൻ തലഫ. അല്ലാഹുവേ, കൊടുക്കുന്നവന്, ചെലവഴിക്കുന്നവന് നീ തുടരെ തുടരെ കൊടുക്കണമേ, പിടിച്ചു വെക്കുന്ന പിശുക്കന് നീ നാശം കൊടുക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പലിശയെ അല്ലാഹു മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, അതിന് ബർക്കത്തില്ലാതാക്കിയിരിക്കുന്നു. വയുർബി സദഖാത്ത്, സദഖയെ അല്ലാഹു വളർത്തിക്കൊണ്ടുവരുന്നു. الذين ينفقون في سبيل الله مثل الذين ينفقون في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം ഒരു ധാന്യമണിയെ പോലെയാണ്. അമ്പത്തത് 7 സനാബിൽ, അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഫി കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യമണികൾ ഉണ്ടായി. അതാണ് ഒരു നല്ല കർമ്മത്തിന് 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ടാകും. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവന് വീണ്ടും ഇരട്ടിയായി കൊടുക്കും. അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു അതിവിശാലതയുള്ളവനാണ്, അലീം, എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് സദഖയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ ബയ്യിനയുടെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിലെ 6-ാമത്തെ ആയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. ഇന്നല്ലദീന കഫറൂ, ഇന്ന എന്ന് പറയുന്നത് തഅക്കീദിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയാം, തീർച്ചയായും. അല്ലദീന കഫറു, കാഫിറുകളായിട്ടുള്ള ആളുകൾ, കാഫിറുകൾ. മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട കാഫിറുകൾ. അഹ്ലുൽ കിതാബിൽപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത ആളുകൾ, കാഫിറുകൾ. അവരിൽ പല വിഭാഗങ്ങളുണ്ട്. യഹൂദികളുണ്ട്, അവർ തന്നെ പല വിഭാഗങ്ങളുണ്ട്. നസ്രാനികളുണ്ട്, അവർ തന്നെ പല വിഭാഗങ്ങളുണ്ട്. എല്ലാത്തിലും പെട്ട കാഫിറുകൾ. വൽ മുശ്രിക്കീൻ,
അഹ്ലുൽ കിതാബിൽ പെടാത്ത ബാക്കി ഉള്ള ഇസ്ലാമല്ലാത്ത ദീനിൽ വിശ്വസിക്കുന്ന ബഹുദൈവാരാധകരായ ആളുകൾ, മുശ്രിക്കുകൾ, അവരിലൊക്കെയും പെട്ട കാഫിറുകൾ. മുശ്രിക്കുകളെല്ലാം കാഫിറുകളാണ്. മുശ്രിക്കുകളെല്ലാം കാഫിറുകളാണ്. അവർ നിഷേധിച്ചു. ഫീനാരി ജഹന്നം, എവിടെയാണ് അവർ ചെന്നു ചേരാനുള്ളത്? ഫീനാരി ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിലാണ്. ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതരായിരിക്കും, അവർക്കവിടെ ഖുലൂദായിരിക്കും. ഉലൈക ഹും ശർറുൽ ബരിയ, ഉലൈക ഹും അവർ, ഉലൈക എന്ന് പറഞ്ഞാൽ തന്നെ അവർ എന്നർത്ഥം കിട്ടി. ഹും എന്ന് ഒന്നുകൂടി പറയാം, അവരുണ്ടല്ലോ, അവർ ശർറുൽ ബരിയ, ശർറുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മോശമായ ആളുകളാണ്. അവരാണ് ഏറ്റവും മോശമായിട്ടുള്ള ആളുകൾ. ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. നേരെ തിരിച്ച് ഇന്നല്ലദീന ആമനു, തീർച്ചയായും ആരാണോ വിശ്വാസികളായിട്ടുള്ളത്, ഈമാനുള്ളത്, വഅമിലു സ്സാലിഹാത്ത്, വഅമിലു അവർ പ്രവർത്തിച്ചിട്ടുള്ളത്, അസ്സാലിഹാത്ത്, സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ. ഉലൈക ഹും അവർ തന്നെയാകുന്നു ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും നല്ല ആളുകൾ, നല്ല സൃഷ്ടികൾ അവരാകുന്നു. ഒരാളെ നല്ല ആളാണ് എന്ന് പറയാനുള്ള മാനദണ്ഡം എന്താണ്? ഈമാനും അമൽ സാലിഹാത്ത്. ഒരാളെ മോശമാള് എന്ന് പറയാനുള്ള മാനദണ്ഡം എന്താണ്? കുഫറും ശിർക്കുമൊക്കെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മാനദണ്ഡം. അല്ലാതെ ആളുകൾക്കിടയിലുള്ള പ്രശസ്തിയോ ജനങ്ങളെ അവരെക്കുറിച്ച് എന്തു പറയുന്നു എന്നതോ ഒന്നുമല്ല. ഈ രണ്ട് ആയത്തുകളൊന്ന് ഓത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا من أهل الكتاب والمشركين إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. ഈ ആയത്തുകളുടെ തഫ്സീർ അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഷെയ്ഖ് സഅദിയുടെ തഫ്സീർ സലഫി ലോകത്ത് വളരെ അറിയപ്പെടുന്ന തഫ്സീറാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീനിന്റെ ഉസ്താദായിരുന്ന മഹാനായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുകയാണ്, ثم ذكر جزاء الكافرين بعدما جاءتهم البينة فقال إن الذين كفروا من أهل الكتاب والمشركين في نار جهنم قد أحاط بهم عذابها واشتد عليهم عقابها خالدين فيها لا يفتر عنهم العذاب وهم فيها مبلسون أولئك هم شر البرية لأنهم عرفوا الحق وتركوه وخسروا الدنيا والآخرة. شيخ بريان الله سبحانه وتعالى നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓതിയ ആയത്ത്
എന്തായിരുന്നു അള്ളാഹു വ്യക്തമായ തെളിവുകൾ കൊടുത്തുകൊണ്ട് റസൂലുകൾ അയച്ചുകൊണ്ട് ജനങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്? വളരെ എളുപ്പമുള്ള കാര്യമാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുത്തുസ്സകാത്ത. വളരെ എളുപ്പമായിരുന്നു ഇത്. അതുകൊണ്ടാണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ അവർക്ക് ഭൂമി മുഴുവൻ സ്വർണമുണ്ടായിരുന്നെങ്കിലും അവരത് പകരം കൊടുക്കാൻ തയ്യാറായാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു സൂറത്ത് ആല ഇംറാനിൽ, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാറുൻ ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർദി ദഹബൻ വലൗ ഇഫ്തദാ ബിഹി ഉലൈക ലഹും അദാബുൻ അലീമുൻ വമാ ലഹും മിൻ നാസിരീൻ. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന കഫറു, കാഫിറുകളായ ആളുകൾ, വമാതു വഹും കുഫാറുൻ, മരിച്ചതും എങ്ങനെയായിട്ടാണ്? കാഫിറായിട്ട് തന്നെ. ഈമാൻ സ്വീകരിക്കാനുള്ള ഭാഗ്യം അവന് കിട്ടിയില്ല. അങ്ങനെയുള്ള ആളുകൾ ഫലൻ തുഖ്ബല മിൻ അഹദിഹിം, അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. മിൽഉൽ അർദി ദഹബ, ഭൂമി മുഴുവൻ സ്വർണം, ഭൂമി നിറയെ സ്വർണം അവർ അല്ലാഹുവിന് പകരം കൊടുക്കാൻ തയ്യാറായാലും ശരി. വലൗ ഇഫ്തദാ ബിഹി, അങ്ങനെ അവർ കൊടുത്തെങ്കിൽ പോലും അവർക്ക് നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയില്ല. അള്ളാഹു അവരോട് പറയും, ഇതിനേക്കാളും എത്രയോ എളുപ്പമായിരുന്ന കാര്യമായിരുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്? എന്താണ്? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ. അത് വളരെ എളുപ്പമാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാന്നുള്ളത് എളുപ്പമാണ്. അമൽ സാലിഹാത്ത്, അതവന് ദുനിയാവിലും ആഖിറത്തിലും ഖൈറാണ്. പക്ഷേ ആ ഖൈറിൽ നിന്ന് അവനതിലുള്ള ഭാഗ്യം കിട്ടിയില്ല. അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹു പറയുകയാണ്, സുമ്മ ദക്കറ ജസാഅൽ കാഫിരീൻ, എന്തായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് അത് പറഞ്ഞതിനു ശേഷം കാഫിറുകൾക്ക് കിട്ടുന്ന ജസാ, അവർക്കുള്ള പ്രതിഫലം, ചെയ്തതിനുള്ള കൂലി, അത് അല്ലാഹു പറയുകയാണ്, ബഅദമാ ജാഅത്ഹുമുൽ ബയ്യിന, ബയ്യിനത്ത് വന്നു കിട്ടിയതിന് ശേഷം കാഫിറായിട്ടുള്ള ആളുകൾ. വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹു പറഞ്ഞല്ലോ, ഒരുവനേക്കാളും വലിയ അക്രമി ആരാണുള്ളത്? മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, തന്റെ റബ്ബിന്റെ ആയത്തുകൾ കേൾപ്പിച്ച് അവൻ ഉത്ബോധനം നൽകപ്പെടുകയുണ്ടായി. അവൻ ആയത്തുകൾ ഓതിക്കൊടുത്ത് അവന് താക്കീത് ചെയ്യാൻ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. സുമ്മ അഅറദ അൻഹാ, എന്നിട്ടും അവൻ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹു പറയുകയാണ്, നാം ആ കുറ്റവാളികളോട് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. അതാണ് സഹോദരങ്ങളെ, ആയത്ത് കിട്ടിയിട്ട്, ഹദീസ് കിട്ടിയിട്ട്, സത്യം ബോധ്യമായിട്ട് അത് സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ വലിയ അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. فقال إن الذين كفروا من أهل الكتاب والمشركين في نار جهنم. അഹ്ലുൽ കിതാബിലും മുശ്രിക്കുകളിലും പെട്ട കാഫിറുകൾ, അവർ ഖദ് അഹാത ബിഹിം അദാബുഹ, അവരെ ശിക്ഷ അതാ വലയം ചെയ്തിരിക്കുന്നു. എങ്ങോട്ട് നോക്കിയാലും ശിക്ഷയാണ് കാണുന്നത്. ഒരു ഭാഗത്തേക്ക് പോയും അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. വഷ്തദ്ദ അലൈഹിം ഇഖാബുഹ, അതിലെ ശിക്ഷ അവർക്ക് കഠിനമായിരിക്കുകയാണ്. ഖാലിദീന ഫീഹാ, അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അവരവിടെ ശാശ്വതരാണ്, രക്ഷപ്പെടാനുള്ള ഒരു വഴി ഇല്ല. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ വഖീല ലഹും ദൂഖു അദാബൻ നാരി അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുവോളം അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകപ്പെടും. അതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് പുറത്തു പോകാനുള്ള ഒരു വഴി ഇങ്ങനെ കാണുന്ന, നരകത്തിൽ നരകശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തു കിടക്കാനുള്ള വഴി ഇങ്ങനെ കാണും. അപ്പൊ അവർ പ്രതീക്ഷയോടെ പുറത്തു പോകാൻ വേണ്ടി ഇങ്ങനെ പോകും. അങ്ങനെ അങ്ങെത്തിയാൽ അവർ തിരിച്ച് നരകത്തെ ശിക്ഷയിൽ തന്നെ വലിച്ചെറിയപ്പെടും. എന്തിനാണ്? അവരെ ശാരീരികമായി എന്ന പോലെ മാനസികമായും ശിക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാ നിലക്കും അവർക്കവിടെ ശിക്ഷയായിരിക്കും. ഖാലിദീന ഫീഹാ ലാ യുഫത്തറു അൻഹുൽ അദാബ്, അവർക്ക് അവിടെ ശിക്ഷയിൽ നിന്ന് ഇടവേള നൽകപ്പെടുകയില്ല. അവർ ചോദിക്കുമെന്നാണ്, ഞങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും യുഖഫിഫു അന്നാ
യൗമൻ മിനൽ അദാബ്. അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് പരിശുദ്ധ ഖുർആനിൽ. അവർ ചോദിക്കും, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് യൗമൻ മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് ഒരു ദിവസമെങ്കിലും കുറച്ചു തരാമോ എന്ന് അള്ളാഹുവിനോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കും. മലക്കിനോട്, മാലിക് എന്ന മലക്കിനോട് ചോദിച്ചുകൊണ്ടിരിക്കും, യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക്, മാലിക് ഒന്ന് നിന്റെ റബ്ബിനോട് പറയൂ ഞങ്ങളെ ഒന്ന് അവസാനിപ്പിച്ചു തരാൻ, ഒന്ന് മരിപ്പിച്ചു തരാൻ. അപ്പൊ മാലിക് അവരോട് മറുപടി പറയും, ഖാല ഇന്നകും മാകിസൂൻ, അല്ല നിങ്ങളിവിടെ കഴിയേണ്ടവർ തന്നെയാകുന്നു. വഹും ഫീഹാ മുബ്ലിസൂൻ, അവരവിടെ ഇങ്ങനെ പല്ലിളിച്ചുകൊണ്ട് കരയുന്നവരായിരിക്കും, തട്ടഹസിച്ചുകൊണ്ടിരിക്കും, നിലവിളിച്ചുകൊണ്ടിരിക്കും. ഒക്കെ ഖുർആനിൽ വന്നിട്ടുള്ള പ്രയോഗങ്ങൾ തന്നെയാണ് ശൈഖ് ഇവിടെ തഫ്സീറിനായി എടുത്തു കൊടുത്തിട്ടുള്ളത്. ഉലൈക ഹും ശർറുൽ ബരിയ, അവരാകുന്നു മോശമായ ആളുകൾ. എന്താണ് അല്ലാഹു അങ്ങനെ പറയാനുള്ള കാരണം? ലിഅന്നഹും അറഫുൽ ഹഖ്ക വതറഫു, കാരണം അവർ സത്യം മനസ്സിലാക്കി എന്നിട്ട് തള്ളിക്കളഞ്ഞു. വഖസിറു ദുനിയ വൽ ആഖിറ, അങ്ങനെ അവർക്ക് ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ടു. ദുനിയാവും കിട്ടിയില്ല, പരലോകവും കിട്ടിയില്ല, രണ്ട് സ്ഥലത്തും അവർ പരാജിതരായി പോയിരിക്കുന്നു. ഇനി അല്ലാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ ലിഅന്നഹും അബദുല്ലാഹ് വഅറഫു. എന്താണ് അവരാണ് ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയാനുള്ള കാരണം? ലിഅന്നഹും അബദുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു. വഅറഫു, അവർ അല്ലാഹുവിനെ അറിഞ്ഞു. അല്ലാഹുവിനെ അറിഞ്ഞു. അവർ എങ്ങനെയാണ് അല്ലാഹുവിനെ അറിയുക? അവന്റെ അസ്മാഇലൂടെ, അവന്റെ സിഫാത്തിലൂടെ, അവന്റെ പേരുകളും അവന്റെ വിശേഷണങ്ങളും പഠിക്കുന്നതിലൂടെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ അറിയാൻ സാധിക്കുക. അള്ളാഹുവിനെ അറിഞ്ഞാൽ മാത്രമേ ഒരുവന് നന്നാകാൻ സാധിക്കുകയുള്ളൂ. അവർ ദുനിയാവിലും പരലോകത്തും അവർ രക്ഷപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിച്ചു. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ തഫ്സീറിൽ മുൻഗാമികൾ പഠിപ്പിച്ചിരിക്കുന്നു, ഇന്നല്ലദീന ആമനു, ബാക്കി എന്താണ്? വഅമിലു സ്വാലിഹാത്ത്. ഈമാനിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അമൽ സ്വാലിഹാത്ത്. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അമൽ കൂടി ഉൾക്കൊള്ളുന്ന കാര്യമാണെന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തലാണ് ഈമാൻ, അതുപോലെ നാവ് കൊണ്ട് പറയലാണ്, അതുപോലെ എന്താണ്, ശരീരം കൊണ്ട് പ്രവർത്തിക്കലാണ് ഈമാൻ. അതൊക്കെ ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, അൽ ഈമാനു ബിദ്ഉൻ വസിത്തൂന ശുഅബ, ഈമാൻ 60-ൽ പരം ശാഖകളാണ്. മറ്റൊരു റിവായത്തിൽ ബിദ്ഉൻ വസബഊന ശുഅബ, 70-ൽ പരം ശാഖകളാണ്. അഫ്ദലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിൽ ത്വരീഖ് വൽഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് 60-ൽ പരം അല്ലെങ്കിൽ 70-ൽ പരം ശാഖകളാണ്. അതിലേറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നാണ്. അല്ലാതെ അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ലെന്നല്ല, അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്നല്ല. അതാണ് സൂഫികളുടെ അർത്ഥം. ലാ മൗജൂദ ഇല്ലല്ലാഹ്, എല്ലാവരും അള്ളാഹുവായി. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല. ഇതാകുന്നു ഈമാനിന്റെ ശാഖകളിൽ ഏറ്റവും അഫ്ളൽ, ഏറ്റവും മഹത്തരം, ഏറ്റവും ശ്രേഷ്ഠകരം. അതെന്താണ്? അത് വിശ്വാസമാണ്. അത് വിശ്വാസമാണ്. ഇത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ അടുത്ത ശാഖയായി പറഞ്ഞിട്ടുള്ളത് വഅദ്നാഹ, ഈമാനിന്റെ ശാഖകളിൽ ഏറ്റവും താഴെയുള്ളതാണ് ഇമാതത്തുൽ അദാ അനിൽ ത്വരീഖ്. എന്താ അർത്ഥം? ബറകല്ലാഹു ഫീക്കും, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുക. അത് ഈമാനിന്റെ ശാഖയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. വഴി മുടക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്. അത് ജനങ്ങളെ ഉപദ്രവിക്കലാണ്, ജനങ്ങളുടെ ശാപം വാങ്ങലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വഴി ഒരിക്കലും നമ്മളെ കൊണ്ട് മുടങ്ങിപ്പോകരുത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നമ്മളെ കൊണ്ട്
വഴി തടസ്സമുണ്ടാകാൻ പാടില്ല. അത് ജനങ്ങളുടെ ശാപം നമുക്ക് കിട്ടുന്ന, അതുപോലെ തന്നെ അവരെ ഉപദ്രവിക്കുന്നതിന് കാരണം, നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ് വഴി തടസ്സപ്പെടുത്തുക എന്നുള്ളത്. മുസ്ലിം ഉമ്മത്തിൽ പല ആളുകളും, രാഷ്ട്രീയക്കാരും മതസംഘടനകളും പല ആളുകളും വഴി തടസ്സപ്പെടുത്താറുണ്ട്. എന്തിനു വേണ്ടിയാണ്? മാർച്ചും ജാഥയും റാലിയൊക്കെ പോയിട്ട്. വലിയ തെറ്റാണ്, ഒരിക്കലും പാടില്ല. അത് ഇസ്ലാമിന്റെ രീതി, അത് കാഫിറുകൾ പഠിപ്പിച്ച രീതിയാണ്. ഇങ്ങനെ വഴി തടസ്സമുണ്ടാക്കി പ്രകടനങ്ങളും ഒക്കെ നടത്തുന്നത്. ആ പ്രകടനം തന്നെ യഥാർത്ഥത്തിൽ ആ പേര് തന്നെ ഇസ്ലാമിന് യോജിച്ചതല്ല. എന്താ അതിന്റെ പേര്? എന്താർത്ഥം? പേരെന്താ? പ്രകടനം. ഇസ്ലാമിന് യോജിക്കാത്ത പേര് തന്നെ ഇസ്ലാമിന് യോജിക്കാത്തതാണ്. പ്രകടനം. ഇസ്ലാമിൽ പ്രകടനമില്ല. പ്രകടനം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഇഖ്ലാസ് മാത്രമേ ഉള്ളൂ. ഇമാതത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത് അതെന്താണ്? അത് അമലാണ് ആണല്ലോ. വഴിയിൽ നിന്ന് തടസ്സം നീക്കുക എന്നുള്ളത് അമല, അത് വിശ്വാസമല്ല, അത് സ്വഭാവമല്ല, മറിച്ച് അത് അമലാണ്. അപ്പോ ഈമാനിൽ എന്തും പെടും? അമലും പെടും. ഈമാനിൽ വിശ്വാസവും പെടും, ഈമാനിൽ അമലും പെടും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ഈമാനിന്റെ ശാഖയിൽപ്പെട്ടതാകുന്നു ഹയാ, ലജ്ജ. അത് ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജ എന്താണ്? അത് സ്വഭാവമാണ്. ലജ്ജ എന്നുള്ളത് ഹുലുക്കിൽപ്പെട്ടതാണ്, സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഈമാനിൽ വിശ്വാസം പെട്ടു, അതുപോലെ അമൽ പെട്ടു, അതുപോലെ സ്വഭാവം പെട്ടു. ഇതൊക്കെ ഈമാനിന്റെ ഭാഗം തന്നെയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ രണ്ടാമത്തെ കിതാബ് തന്നെ, സഹീഹ് ബുഖാരിയിൽ പല കിതാബുകൾ ഉണ്ടാവും, രണ്ടാമത്തെ കിതാബ് തന്നെ കിതാബുൽ ഈമാനാണ്. അതിൽ എന്തൊക്കെയാണ് ഈമാനിന്റെ ഭാഗങ്ങളെന്ന് ഇമാം ബുഖാരി ഒരുപാട് ഹദീസുകളിലൂടെ പഠിപ്പിച്ചിരിക്കുന്നു. ഏതൊക്കെ ഹദീസുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാതെ ഇമാം ബുഖാരി അതിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസുകളാണ്: അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം ആരാണ്? ഏതൊരുവന്റെ കയ്യിന്റെയും നാവിന്റെയും ഉപദ്രവത്തിൽ നിന്നാണോ മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളത്, അവനാകുന്നു യഥാർത്ഥ മുസ്ലിം. ബുഖാരി എവിടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? കിതാബുൽ ഈമാൻ, ഈമാന്റെ ഭാഗമാണ്. മുസ്ലിങ്ങളിൽ നിന്ന് നമ്മുടെ കയ്യും പിന്നെ നാവുമൊക്കെ കഫുൽ യദി വൽ ലിസാൻ, കയ്യും നാവൊക്കെ പിടിച്ചു വെക്കാന്നുള്ളത്, നമ്മളെ കൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. അപ്പോൾ ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലജ്ജയെ കുറിച്ച് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ, അയാളുടെ ജ്യേഷ്ഠനെയോ അനിയനെയോ ഉപദേശിക്കുകയാണ് ലജ്ജയുടെ വിഷയത്തിൽ. അയാള് പിന്നെ വല്ലാത്ത ലജ്ജയുള്ള ആളാണ്, ലജ്ജ കുറച്ചധികമുള്ള ആളാണ്. അപ്പൊ അത് ഉപദേശിച്ചുകൊണ്ട് അയാൾ ആ വിഷയത്തിൽ ഇങ്ങനെ നാണം കുടുങ്ങിയാൽ ശരിയാവില്ല എന്ന നിലക്ക് ഒരാൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹു, അയാൾ വിട്ടേക്കൂ, ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്, അതുകൊണ്ട് അയാൾ വിട്ടേക്കൂ, അത് നല്ല സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ, റസൂലുള്ളാഹ് വളരെയധികം ലജ്ജയുള്ള ആളായിരുന്നു തന്റെ കൂടാരത്തിലിരിക്കുന്ന ഒരു കന്യകയായ പെണ്ണിനെക്കാളും. കന്യകയായ സ്ത്രീകൾ കൂടുതൽ ലജ്ജയുള്ളവളായിരിക്കും വിവാഹിതരായ സ്ത്രീയെക്കാളും. അങ്ങനെ ആയിരിക്കണം. അവരെക്കാളും ലജ്ജയുള്ള ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലജ്ജ എന്തിന് തടസ്സമാവരുത്? ഇൽമു പഠിക്കാൻ തടസ്സമാവരുത്. അതുകൊണ്ടാണ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത്, ലജ്ജയും കിബറുള്ളവനൊന്നും പഠിക്കില്ല. എന്തൊക്കെ? ലജ്ജയും കിബറും അഹങ്കാരവും, ഇത് രണ്ടുള്ളവൻ ഒന്നും പഠിക്കില്ല. ഒരാൾ നാണിച്ചൊന്നും ചോദിക്കാതെ പഠിക്കാതെ അങ്ങനെ പോകും. മറ്റാൾ കിബറുണ്ടേ, ഞാനിപ്പോ ചോദിച്ചാൽ ഇപ്പൊ നാണൂല്ലേ എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതെ പോകും. അങ്ങനെ ഇത് രണ്ടുമുള്ളവർ ഒന്നും പഠിക്കുകയില്ലെന്ന് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ലജ്ജയല്ല, മറിച്ച് എന്തിനാണ് ലജ്ജ എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ ലജ്ജ ആരോടാണ് വേണ്ടത്? അള്ളാഹുവിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനോട് ഹഖൽ ഹയാ, യഥാർത്ഥത്തിലുള്ള ഹയാ നീ കാണിക്കുക. സഹോദരൻ, നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ ബഹുമാനിക്കുന്ന, നീ പിന്നെ വളരെ ആദരവോടെ കാണുന്ന ആളുകൾ നീ ആ തെറ്റ് ചെയ്യുന്നത് കാണുവാൻ നീ ഇഷ്ടപ്പെടുന്നോ? ഒരിക്കലുമില്ല, നമ്മളത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ബഹുമാനിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു വൃത്തികൾ നമ്മൾ ചെയ്യുന്നത് കാണുവാൻ, എങ്കിൽ അതെന്താണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം? എന്താ? ലജ്ജയാണ്. ആ ലജ്ജ ഏറ്റവും കൂടുതൽ വേണ്ടത് ആരോടാണ്?
അള്ളാഹുവിനോടാണ്. അള്ളാഹു കാണുമെന്ന ലജ്ജ വേണം. അതുകൊണ്ടാണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലും നഗ്നനായിരിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദമ്പതിമാർ അവരുടെ കിടപ്പറയിലോ ചെയ്യുന്നതൊഴികെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ആരും കാണാനില്ല, റൂം അടിച്ചിട്ടാണ്. എന്നാലും നമ്മൾ കൂടുതലില്ലാതിരിക്കാൻ പാടില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണ് കാരണം? അള്ളാഹു ആണ് നീ ലജ്ജിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത്. അള്ളാഹുവിനാണ് കൂടുതൽ അവകാശമുള്ളത്. അള്ളാഹു എല്ലാം കാണുന്നവനാണ്. പക്ഷേ അത് അള്ളാഹുവിനോട് നമ്മൾ പാലിക്കേണ്ട ഒരു അദബാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ-അയ്യു വൽ ഹയാ ശുഅബതാനി മിനൽ ഈമാൻ വൽ ബദാഉ വൽ ബയാൻ ശുഅബതാനി മിനൻ നിഫാഖ്. അൽ-അയ്യു മിതമായ സംസാരം, അതുപോലെ ലജ്ജ, ഇത് ഈമാനിന്റെ രണ്ട് ശാഖകളാണ്. വൽ ബദാഉ വൽ ബയാൻ അധികരിച്ച സംസാരം, അശ്ലീലം പറയൽ, അതുപോലെ വിശദീകരിച്ച് പറയൽ, വളരെ എളുപ്പത്തിൽ ചുരുക്കി പറയേണ്ട കാര്യമാണ്. പക്ഷെ ഇങ്ങനെ വലിച്ചു നീട്ടി ഒടിപ്പും തൊങ്ങലും വെച്ച് സംസാരിക്കാന്നുള്ളത് നിഫാഖിന്റെ ശാഖകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അശ്ലീലം പറയാതിരിക്കാനുള്ള ലജ്ജ, ആരുടെ മുന്നിലും പ്രായമോ ഒന്നും പരിഗണിക്കാതെ എന്തും പറയാനുള്ള അത് പാടില്ല. അത് ലജ്ജ വേണം. പ്രായമുള്ളവരുടെ മുമ്പിൽ എന്തും പറയരുത്. മനസ്സിലായോ? ചോദിക്കാൻ ലജ്ജ വേണം. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ലജ്ജിച്ചു. എന്താണ് കാരണം? മകൾ ഫാത്തിമയുടെ ഭർത്താവാണല്ലോ, അന്ന് ചോദിക്കാൻ ലജ്ജിച്ചു. എന്നിട്ട് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ ഏൽപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനുണ്ടാണ്? അത് ചില കാര്യങ്ങളിൽ ലജ്ജ വേണം. അപ്പോൾ നമുക്ക് നേരെ ചോദിച്ചു പഠിക്കാൻ മടിയുണ്ടെങ്കിൽ എന്ത് വേറെ ആളുകളെ ഏൽപ്പിക്കാം. അപ്പോൾ ലജ്ജ എപ്പോഴും മഹ്മൂദായ, വളരെ സ്തുതിക്കപ്പെട്ട ഒരു സ്വഭാവമാണ്. അത് ഈമാനിന്റെ ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് വിശ്വാസം ഈമാനിന്റെ ഭാഗമാണ്, അമൽ ഈമാനിന്റെ ഭാഗമാണ്, ഖുലുഖ് സ്വഭാവം ഈമാനിന്റെ ഭാഗമാണ്. ഇതെല്ലാം നമ്മൾ ഇതിൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയൊക്കെ ഈമാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ അമൽ സാലിഹാത്ത് കൂട്ടി പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്ത് എന്ന് ഒരുപാട് തവണ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു. അവരാകുന്നു ഖൈറുൽ ബരിയ, ഏറ്റവും നല്ല ആളുകൾ. ഇത് സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിച്ച വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ഖാലിദീന ഫീഹാ. നരകത്തിൽ ഖുലൂദ് ആർക്കൊക്കെയാണ് ഉണ്ടാവുക? കാഫിറായിട്ട് മരിച്ച ആളുകൾ, അതുപോലെ മുശ്രിക്കായിട്ട് മരിച്ചുപോയ ആളുകൾ, ഇവരൊക്കെ നരകത്തിൽ ശാശ്വതരായിരിക്കും. എന്നാൽ ശിർക്ക് ചെയ്യാതെ മരിച്ചിട്ടുള്ള ആളുകൾ അവരൊരിക്കലും നരകത്തിൽ ശാശ്വതരല്ല. അത് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഖവാരിജികൾ എന്ന പിഴച്ച കക്ഷി അഹ്ലു സുന്നത്തുമായി തെറ്റിപ്പോയിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ വിഷയത്തിന്റെ പേരിലാണ്. അവർ പറഞ്ഞു, വൻപാപങ്ങൾ പറ്റിയാൽ തന്നെ ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോകും, കാഫിറായി പോകും, അവൻ നരകത്തിൽ ഖുലൂദാണവന് എന്നവർ പറഞ്ഞു. അതൊരിക്കലും ശരിയല്ല. അതുകൊണ്ടാണ് അവർ തെറ്റുകളുടെ പേരിൽ ഭരണകൂടങ്ങളടക്കം കാഫിറാക്കുന്നത്. ഇപ്പൊ ഈ ദാഇഷ് എന്നറിയപ്പെടുന്ന, IS എന്ന് ഇപ്പോ അറിയപ്പെടുന്ന ആ പാർട്ടി, അവരും അതുപോലെയുള്ള കക്ഷികളുമൊക്കെ, അൽ ഖാഇദ പോലെയുള്ള കക്ഷി, അവരൊക്കെ സൗദി അറേബ്യയും അതുപോലുള്ള മുസ്ലിം ഗവൺമെന്റുകളും ഒക്കെ കാഫിറുകളാണെന്നാണ് വിശ്വസിക്കുന്നത്. അത് പരസ്യമായിട്ട് പറയുന്നത് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ്. എന്തിന്റെ പേരിലാണ്? അവർക്ക് സംഭവിക്കുന്ന തെറ്റുകളുടെ പേരിൽ, അബദ്ധങ്ങളുടെ പേരിൽ അവരൊക്കെ കാഫിറാക്കാൻ നടക്കുകയാണ്. അപ്പൊ ദുനിയാവിൽ മുസ്ലിങ്ങൾ ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഖവാരിജികളുടെ സ്വഭാവമാണ്. വൻ പാപങ്ങളുടെ പേരിൽ കാഫിറുകളാണെന്ന് പറയൽ അതൊരിക്കലും ശരിയല്ല. അവർ നരകത്തിൽ ഖുലൂദില്ല. അവരെ ഏതെങ്കിലും ഒരു കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലാക്കും. ഒന്നുകിൽ അല്ലാഹു ഉടനടി അവർക്ക് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അവരെ അതിന്റെ ശിക്ഷ, ചെയ്തു പോയ തെറ്റുകളുടെ ശിക്ഷ അനുഭവിപ്പിച്ച ശേഷം ഏതെങ്കിലും ഒരു കാലം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അതാണ് അബൂദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിർക്ക് ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലൊരാൾ മരണപ്പെട്ടാൽ അയാൾ സ്വർഗ്ഗത്തിലാണ്.
അത് നരകത്തിലല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂദർ ചോദിച്ചു, യാ റസൂലല്ലാഹ് വഇൻ സനാ വഇൻ സറഖ, അല്ലാഹുവിന്റെ റസൂൽ അയാൾ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ, അയാൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സനാ വഇൻ സറഖ, അയാൾ മോഷ്ടിച്ചാലും ശരി, അയാൾ വ്യഭിചരിച്ചാലും ശരി. അബൂദർ വീണ്ടും ചോദിച്ചു, വഇൻ സനാ വഇൻ സറഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വഇൻ സനാ വഇൻ സറഖ. മൂന്നാമതും ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി പറഞ്ഞു. നാലാമതും ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സനാ വഇൻ സറഖ അലാ റഗ്മി അൻഫി അബീ ദർ, മോഷ്ടിച്ചാലും ശരി വ്യഭിചരിച്ചാലും ശരി അബൂദറിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയാണ്. എന്ന് പറഞ്ഞാൽ മോഷണവും വ്യഭിചാരവും ചെറിയ തെറ്റുകളാണോ? ഒരിക്കലുമല്ല, വലിയ തെറ്റുകളാണ്, വൻ പാപങ്ങളാണ്. അതുകൊണ്ടാണ് അബൂദർ റളിയല്ലാഹു അൻഹു 4 തവണ ചോദിച്ചത്. അതാണ് സഹാബത്തിന്റെ ഫഹ്മ് നമ്മൾ മനസ്സിലാക്കണം. അബൂദർ 4 തവണ ചോദിച്ചത് എന്തിനാണ്? ഇത് വലിയ തെറ്റുകളായതുകൊണ്ടാണ്. പക്ഷെ അതുപോലും ശിർക്കിനോളം വരികയില്ല, ശിർക്കിനോളം ഒന്നും വരികയില്ല, കൊലപാതകം വരികയില്ല ശിർക്കിനോളം. അതാണ് ഏറ്റവും വലിയ തെറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യു ദംബി അഅ്ളം, അല്ലാഹുവിന്റെ റസൂൽ ഏതാണ് ഏറ്റവും വലിയ പാപം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ നീ അവന് നിദ്ദിനെ ഉണ്ടാക്കലാണ്, സമന്മാരെ ഉണ്ടാക്കലാണ്. സമന്മാരെ സങ്കല്പിക്കുക, മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്യാന്നുള്ളത് അല്ലാഹുവിനെ നിദ്ദിനെ ഉണ്ടാക്കലാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഫലാ തജഅലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. നിദ്ദിന്റെ ജംആണ് അൻദാദ്, സമന്മാർ. വീണ്ടും ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുമ്മ ഐ, പിന്നെ ഏതാണ് ഏറ്റവും വലിയ തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഖ്തുല വലദക മഖാഫത അൻ യഅകുല മഅക, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് നീ നിന്റെ കുട്ടിയെ കൊല്ലലാണ്. ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊല്ലുക എന്നുള്ളത് കൊലപാതകം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പറഞ്ഞത്. സുമ്മ ഐ, പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുസാനിയ ഹലീലത ജാരിക്, നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി നീ വ്യഭിചരിക്കലാണ്. വ്യഭിചാരം അതാണ് മൂന്നാമതായി പറയപ്പെട്ടിട്ടുള്ളത്. ഇതേ 3 പാപങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ ഏതൊക്കെ പാപങ്ങൾ ചെയ്യൂല എന്ന് പറഞ്ഞോ അത് ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, ബാക്കിയെന്താ? വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا. അവർ ആരാണ്? ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ, അള്ളാഹുവോടൊപ്പം ഒരു ഇലാഹിനെയും ഉണ്ടാക്കാത്തവർ, സ്വീകരിക്കാത്തവർ, അതുപോലെ ഒരു നഫ്സിനെയും അന്യായമായി കൊലപ്പെടുത്താത്തവർ. ന്യായമായ ഹക്കിന്റെ അടിസ്ഥാനത്തിലുള്ള കൊലയുണ്ട്. അതാരാണ്? മുസ്ലിം ഭരണാധികാരികൾ നടത്തുന്ന കൊലപാതകം. എന്തിന്? ഖിസാസിന്റെ പേരിൽ, ഒരാളെ കൊന്നതിന്റെ പേരിൽ. അപ്പൊ അയാളെ എന്ത് ചെയ്യണം? കൊല്ലണം. ഭരണാധികാരികൾ അയാളെ കൊല്ലണം. അതിന്റെ ആ നിയമവുമായി ബന്ധപ്പെട്ട പല വശങ്ങളുമുണ്ട്, പക്ഷെ കൊല്ലണം. രണ്ടാമത് ആരെയാണ്? വിവാഹിതനായ വ്യഭിചാരി, അയാളെ അല്ലെങ്കിൽ അവളെ എറിഞ്ഞു കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. മൂന്നാമത്തേത് ആരാണ്? മുർത്തദ്. മുർത്തദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമായിട്ട് പിന്നെ കാഫിറായി പോയ ആളുകൾ, അവരെ കൊല്ലണം. ആരാണ് കൊല്ലേണ്ടത്? നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും കാഫിറായി പോയി കൊല്ലണം എന്നാണോ? അല്ല, മുസ്ലിം ഭരണാധികാരികളാണ് നടപ്പിലാക്കേണ്ടത് ഖിസാസ്. അല്ലാതെ ആരെങ്കിലും പോയി അത് നടപ്പിലാക്കുന്നത് പാടില്ലാത്തതാണ്. മുസ്ലിം ഭരണാധികാരികൾ അത് നടപ്പിലാക്കണം. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹു പറഞ്ഞിട്ടുള്ള നിയമമാണ്. അല്ലാതെ ഏതെങ്കിലും വർഗീയമായ ദീനിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ ദീനിൽ, അവനെയും നമ്മളെയും പഠിച്ച റബ്ബുസ്സമാവാതി വൽ അർദ്, അവന്റെ ദീനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവന്റെ നിയമമാണത്. അതങ്ങനെ തന്നെയാണ്. മുർത്തദിനെ കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. അതാണ് ഹക്കോടെയുള്ള കൊലപാതകം. അതല്ലാതെ കൊലപാതകം നടത്താത്ത ആളുകളാണ് ഇബാദുർ റഹ്മാൻ. അതുപോലെ വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്ത ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ അതേ 3 പാപങ്ങൾ. അപ്പോൾ സഹോദരങ്ങളെ,
വൻ പാപങ്ങൾ ചെയ്ത ആളുകൾ നരകത്തിൽ ഖുലൂദാണെന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് ശിർക്കോ കുഫറോ സംഭവിച്ചാലാണ് അവർ നരകത്തിൽ ഖാലിദാണ് എന്ന് പറയാൻ സാധിക്കുക. നരകത്തിലേക്ക് നരകത്തിന്റെ ആളുകളെയും സ്വർഗത്തിലേക്ക് സ്വർഗത്തിന്റെ ആളുകളെയും പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ പറയപ്പെട്ട ഖുലൂദിന്റെ ആളുകൾ മാത്രം നരകത്തിൽ ബാക്കിയായാൽ ആദ്യം അല്ലാത്ത ആളുകളൊക്കെ നരകത്തിലുണ്ടാവും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലരെയും മോചിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലർക്കു വേണ്ടി ശുപാർശ പറയും. അല്ലാഹു ഹദ്ദ് നിശ്ചയിച്ചു കൊടുക്കും. ആരെയൊക്കെ ശുപാർശ പറയണം, ആരുടെയൊക്കെ വിഷയത്തിൽ ശുപാർശ പറയണമെന്ന് ആര് പറയും? അല്ലാഹു പറയും. ശുപാർശ ചെയ്യുന്ന ആളുകൾക്ക് ശുപാർശ എന്ന് പറയുന്നത് പരലോകത്തെ ശുപാർശ ഇഹലോകത്തെ ശുപാർശ പോലെയല്ല. മറിച്ച് പരലോകത്തെ ശുപാർശ എന്ന് പറഞ്ഞാൽ ഒന്ന്, ശുപാർശ ചെയ്യുന്ന ആൾക്ക് അല്ലാഹുവിന്റെ അനുമതി വേണം. അതാണ് ആയത്തുൽ കുർസിയിൽ പറഞ്ഞിട്ടുള്ളത്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ആരുണ്ട് അല്ലാഹുവിൽ ശുപാർശ ചെയ്യാൻ? അവന്റെ അനുമതിയോടെ അല്ലാതെ. അല്ലാഹുവിന്റെ അനുമതി വേണം. രണ്ടാമത്തേത്, ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവർക്കും അല്ലാഹുവിന്റെ അനുമതി വേണം. അല്ലാഹു പറഞ്ഞു, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെന്തിനാണ് ശുപാർശ? ശുപാർശ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹിക്മത്ത് എന്താണെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അത് ശുപാർശ പറയുന്ന ആൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്, സ്ഥാനമാണ്. കാരണം അന്ന് അല്ലാഹുവിനോട് സംസാരിക്കുവാൻ ആർക്കും സാധ്യമല്ല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വഖാല സവാബ. അല്ലാഹുവിനോട് ആർക്കും ഒന്നും മിണ്ടാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അല്ലാഹു ഒരാളുടെ വാക്ക് കേൾക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന ആദരവാണ്. അതാണ് അശ്ശഫാഅത്തുൽ ഉൾമ, മഹത്തായ ശഫാഅത്തിന്റെ പിന്നിലുള്ള ഹിക്മ. എല്ലാവരും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എല്ലാവരും നിൽക്കുന്ന മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ ശുപാർശയാണ് സ്വീകരിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയാണ് സ്വീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഏറ്റവും വലിയ സ്ഥാനമാണത്. കാരണം ദുനിയാവിലെ നേതാക്കന്മാരുണ്ട് അവിടെ. ദുനിയാവിലെ ആളുകൾ വലിയ വലിയ ആളുകളാണെന്ന് വിചാരിച്ച രാജാക്കന്മാരും വലിയ വലിയ ആളുകളും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ആരെയും അല്ലാഹു ആരുടെയും വാക്ക് കേൾക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് അല്ലാഹുവിനോട് സംസാരിക്കുവാനുള്ള ആ ഒരു അവസരം ലഭിക്കുന്നത്. അതാണ് അത് ശുപാർശ നടത്തുന്ന ആൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഹദ്ദ് നിശ്ചയിച്ചു കൊടുക്കും. റസൂലുള്ള ശുപാർശ നടത്തും. അല്ലാഹു അവരെ സ്വർഗത്തിലാക്കും. അതുപോലെ മുഅ്മിനുകൾ ശുപാർശ പറയും. മുഅ്മിനുകൾ ഓരോ മുഅ്മിനും ശുപാർശ പറയും. അല്ലാഹുവിനോട് അവർ വാദിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിനോട് വാദിച്ചു കൊണ്ടിരിക്കും നരകത്തിലുള്ള അവരുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി. അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, ഞങ്ങളുടെ കൂടെ സുജൂദ് ചെയ്തവരാണവർ, ഞങ്ങളുടെ കൂടെ സുജൂദിൽ കിടന്നവരാണവർ എന്ന് മുഅ്മിനുകൾ അല്ലാഹുവിനോട് പറയും. അല്ലാഹു അവരെ മോചിപ്പിക്കും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നബിമാര് ശുപാർശ ചെയ്തു, മുഅ്മിനുകൾ ശുപാർശ ചെയ്തു, ഇനി ആര് മാത്രമേ ബാക്കിയുള്ളൂ? റഹ്മാനായ റബ്ബ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് അല്ലാഹു പറയും. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു മിസ്ഖാല ദർറ, അത്രയും ഈമാൻ മനസ്സിലുള്ള ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. പക്ഷെ അവർ ശിർക്ക് ചെയ്യാത്ത, കുഫ്ർ ചെയ്യാത്ത ആളുകളായിരിക്കും. അതിനുശേഷം അതാ ഒരു ആടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, ഒരാടിന്റെ രൂപത്തിൽ മരണത്തിനെ കൊണ്ടുവരും. എന്നിട്ട് വിളിക്കും, യാ അഹ്ലൻ നാർ യാ അഹ്ലൽ ജന്ന. സ്വർഗക്കാരെ എന്ന് വിളിക്കും, നരകക്കാരെ എന്ന് വിളിക്കും. അപ്പൊ സ്വർഗക്കാർ പേടിച്ച് പുറത്തേക്ക് നോക്കുന്നതാണ്. അവർ പേടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കും. എന്തിനാണ് ഞങ്ങളെ വിളിക്കുന്നത്? ഇവിടുന്ന് പുറത്താക്കാനായിരിക്കുമോ? സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാനായിരിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് നോക്കും. നരകക്കാർ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കുന്നതാണ്, സന്തോഷത്തോടെ. ഞങ്ങളിവിടുന്ന് പുറത്തു നിർത്താനായിരിക്കും, രക്ഷപ്പെടുത്താനായിരിക്കും വിളിക്കുന്നത് എന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ വെച്ചത് ആ ആടിനെ അറക്കുകയാണ്. മരണത്തെ അവിടെ കൊണ്ടുവന്ന് അറക്കുകയാണ്. എന്നിട്ട് പറയപ്പെടും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ലാ മൗത്ത് യാ അഹ്ലൻ നാർ ഖുലൂദുൻ ലാ മൗത്ത്. സ്വർഗക്കാരെ ഇനി ശാശ്വത ജീവിതമാണ്, ഇനി മരണമില്ല. നരകക്കാരെ ഇനി ശാശ്വത ജീവിതമാണ്, ഇനി മരണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതോടെ സ്വർഗക്കാരുടെ സന്തോഷത്തിന് മുകളിൽ അവരുടെ സന്തോഷം വർദ്ധിക്കും. നരകക്കാരുടെ സങ്കടത്തിന് മുകളിൽ അവരുടെ സങ്കടവും വ്യസനവും വർദ്ധിക്കും. ഇനി രക്ഷയില്ല. അതുകൊണ്ടാണ് സ്വർഗവാസികൾ പറയുന്നതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്,
ഞങ്ങൾക്ക് ബാധിക്കുകയില്ല, മരണം ബാധിക്കുകയില്ല. ഇല്ല മൗതതനൽ ഊല, നമ്മൾ പരലോകത്ത് ഈ ഇഹലോകത്ത് വെച്ച് മരിച്ച മരണമുണ്ടല്ലോ, അതല്ലാതെ ഒരു മരണം ഇനി ഞങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം, ഇതാകുന്നു മഹത്തായ വിജയം. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ഇതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞില്ലേ, വസാബിഹു വസാരിഉ, നിങ്ങൾ അതിനുവേണ്ടി മത്സരിക്കൂ, നിങ്ങൾ അതിനുവേണ്ടി മുന്നേറൂ. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ അതിനു വേണ്ടിയാണ് മത്സരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അവിടെയാണ് ശാശ്വത ജീവിതം. ഇത് ശാശ്വതമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇരു തോളുകളിലും പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഇരു ചുമലുകളിലും പിടിച്ചു പറഞ്ഞത്, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, നീ ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെ ആയിത്തീരുക. എന്താണ് ഗരീബ്? ഒരു അപരിചിതൻ. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ആയിത്തീരുക. എന്താണ് കാരണം? നമ്മുടെ യഥാർത്ഥ മൻസിൽ, യഥാർത്ഥ ഭവനം നമ്മുടെ പിതാവ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടുള്ള ആ സ്വർഗമാണ്. അല്ലാഹു പറഞ്ഞില്ല, യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, ശൈത്താൻ നിങ്ങളെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ, നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ്, അതാണ് നമ്മുടെ യഥാർത്ഥ മൻസിൽ, അവിടത്തേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു അപരിചിതനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിത്തീരുക. അതിനുള്ള വളരെ നല്ലൊരു ഉദാഹരണമാണ് ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെയധികം ആളുകൾ ഗൾഫിലേക്ക് പോകാറുണ്ട്. പ്രവാസികളാണ് പലരും. ഈ ഇരിക്കുന്നതിൽ തന്നെ ഭൂരിപക്ഷം ആളുകളും പോയിട്ടുണ്ടാവും. ഈ നാട്ടിൽ നല്ല സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ വരെ നാട്ടിൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി ഗൾഫിൽ പോയാൽ അവിടെ ആരെങ്കിലും വലിയ വീടും, സ്വന്തമായി വലിയ വീടും വലിയ സ്ഥലവും വലിയ സൗകര്യങ്ങളും ആരെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ വളരെ കുറവാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾ. ഇവിടെ നല്ല സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ വരെ അവിടെ താമസിക്കാറുള്ളത് പലപ്പോഴും വളരെ ഒരു റൂമിൽ തന്നെ ഒരുപാട് ആളുകൾ ഒന്നിച്ചു കിടക്കും, സ്വന്തമായി അലക്കും, എന്ത് കഷ്ടപ്പാടും സഹിക്കും. എന്തിനു വേണ്ടിയാണ്? അവനവിടെ ഗരീബാണ്, ആദർശവീലാണ്, അവിടെ അപരിചിതനാണ്. നാട്ടിലേക്ക് വരണം, നാട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം, നാട്ടിൽ നന്നാക്കണം എന്നാണ് ചിന്ത. അതാണ് ഗരീബ്. ആദർശബീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് മനസ്സിലാകും. ആ ഉദാഹരണം പറയാം, പ്രവാസികളുടെ ഉദാഹരണം പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ദുനിയാവിൽ ഗരീബാവുക, ആദർശബീലാവുക. ദുനിയാവ് നമ്മളെ വഞ്ചിച്ച് കളയരുത്, ശൈത്താനും നമ്മളെ വഞ്ചിച്ച് കളയരുത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ട ഇബ്നു ഉമർ പിന്നീട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിർ സബാഹ് വഇദാ അസ്ബഹത ഫലാ തൻതദിർ അൽമസാ വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക. നിനക്ക് വൈകുന്നേരമായാൽ നീ പകൽ പ്രതീക്ഷിക്കേണ്ടതില്ല, നിനക്ക് പകലായാൽ നീ വൈകുന്നേരം പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് നിന്റെ ആരോഗ്യമുള്ള സമയത്ത് രോഗത്തിലേക്ക് കൊണ്ടത് നീ ചെയ്തു വെക്കുക. അതുപോലെ നിന്റെ ജീവിതം നീ മരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഖാലിദീന ഫീഹാ, നരകക്കാരെക്കുറിച്ചും സ്വർഗക്കാരെക്കുറിച്ചും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതാണ്. അവിടെ ശാശ്വത ജീവിതമാണ്. സ്വർഗത്തിൽ ഒരുവൻ ഒരിക്കൽ കയറിയാൽ പിന്നെ ഒരിക്കലും അവിടെ നിന്ന് അള്ളാഹു അവനെ പുറത്താക്കുകയില്ല. നരകത്തിൽ കയറിയാൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശിർക്കും കുഫറുമില്ലാത്ത എല്ലാവരെയും അള്ളാഹു അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ്, അള്ളാഹു സ്വർഗത്തിലാക്കുന്നതാണ്. ബിഫദ്ലില്ലാഹി വറഹ്മതിഹി. അതാണ് സഹോദരങ്ങൾ ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ആയത്ത് കൂടിയാണ് ഈ സൂറത്തിലുള്ളത്, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. അള്ളാഹു പറയുകയാണ്, ജസാഉഹും ഇൻദ റബ്ബിഹിം. ഈ ഖൈറുൽ ബരിയ എന്ന് പറയപ്പെട്ട ആളുകൾ, നല്ല സൃഷ്ടികൾ, ഈമാനും അമലു സാലിഹാത്തുമുള്ള നല്ല ആളുകൾ, അവരുടെ ജസാ എന്താണ്? ജസാഇന്റെ അർത്ഥം ജസാ, പ്രതിഫലം. ജസാഉഹും അവരുടെ പ്രതിഫലം, ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അരികിൽ. അതാണ് റബ്ബിന്റെ അരികിൽ എന്ന പ്രയോഗം സഹോദരങ്ങളെ ശ്രദ്ധേയമാണ്. റബ്ബിന്റെ അരികിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ. ജന്നാത്തുൽ ഫിർദൗസിൽ എവിടെയാണ് ജന്നാത്തുൽ ഫിർദൗസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൗഖഹ അർശുർ റഹ്മാൻ, അല്ലാഹുവിന്റെ അർശിന്റെ തൊട്ട് താഴെയാണ് ജന്നാത്തുൽ ഫിർദൗസ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽതുമുല്ലാഹൽ ജന്ന ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹാ അഅലൽ ജന്നതി വഔസതുഹാ. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കേണ്ടത് എന്തിനാണ്? ജന്നാത്തുൽ ഫിർദൗസിനാണ് ചോദിക്കേണ്ടത്. ഏറ്റവും താഴെയുള്ളത് തരണമെന്നല്ല, മറിച്ച് ഏറ്റവും മുന്തിയതാണ് ചോദിക്കേണ്ടത്. അതിലേറ്റവും താഴെയുള്ളത് പോലും ഈ ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുമാണ് അവസാന സ്വർഗത്തിൽ കയറുന്ന ആൾക്ക് കിട്ടാനുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ജന്നാത്തുൽ ഫിർദൗസ്? പക്ഷെ അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് ഏറ്റവും മുകളിലുള്ള സ്വർഗം, ഏറ്റവും സുഖങ്ങളേറിയ സ്വർഗം. വഫൗഖഹാ അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് റഹ്മാനായ റബ്ബിന്റെ അർശുള്ളത്. അപ്പൊ അല്ലാഹുവിന്റെ അരികിൽ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലാണ് റബ്ബിന്റെ അരികിൽ തന്നെയാണത്. അതുകൊണ്ടാണ് അല്ലാഹു സൂറത്ത് ആലി ഇംറാനിൽ പറഞ്ഞിട്ടുള്ളത്, زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب قل أنبئكم بخير من ذلكم للذين اتقوا ربهم عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله. അല്ലാഹു പറയുകയാണ്, ജനങ്ങൾക്ക്, മനുഷ്യർക്ക് അവർക്ക് അലങ്കാരമായി തോന്നപ്പെട്ടിരിക്കുന്നു ഷഹ്വാത്ത്, ശാരീരികമായ ആഗ്രഹങ്ങൾ, മിനൻ നിസാ, സ്ത്രീകളോടുള്ള, അതുപോലെ വൽബനി, മക്കളോടുള്ള സ്നേഹം, അതുപോലെ സ്വർണവും വെള്ളിയും, നല്ല നല്ല വാഹനങ്ങൾ, വലിയ വലിയ വീടുകൾ, ഇതൊക്കെ ജനങ്ങൾക്ക് അവർക്ക് പ്രിയപ്പെട്ടതാക്കി, അലങ്കരിക്കപ്പെട്ടതാക്കി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ അതൊക്കെ ദുനിയാവിന്റെ വിഭവങ്ങളാണ്. അല്ലാഹുവിലാണ് ഏറ്റവും നല്ലതുള്ളത്. ഖുൽ ഔനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ നല്ലത് ഞാൻ പറഞ്ഞു തരട്ടെ എന്നവരോട് പറയൂ നബിയെ. എന്താണത്? ജന്നാതുൻ ലില്ലദീന തഖവ ഇൻദ റബ്ബിഹിം, തഖ്വ പാലിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ചവർക്ക് അവരുടെ റബ്ബിന്റെ അരികിൽ സ്വർഗം, ആ സ്വർഗത്തിലുള്ള പരിശുദ്ധരായ ഇണകൾ, അതുപോലെ അള്ളാഹുവിന്റെ തൃപ്തി, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന അതിമനോഹരമായ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ കൽബിനും സങ്കല്പിക്കാൻ സാധിക്കാത്ത സ്വർഗം, അതാണ് ഏറ്റവും നല്ലതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇൻദ റബ്ബിഹിം ജന്നാതു ആദിനിൻ. ജന്നാത്ത് എന്ന് പറഞ്ഞാൽ ജന്നത്തിന്റെ ജംആണ് ജന്നാത്ത്. അതിന്റെ വാക്കർത്ഥം എന്താണ്? തോട്ടം എന്നാണ്. തോട്ടം, ഒരുപാട് ചെടികളും പച്ചപ്പ് നിറഞ്ഞ സ്ഥലം എന്നാണ് അതിന്റെ ഭാഷയിലുള്ള അർത്ഥം. ജന്നാത്ത്, അങ്ങനെ തന്നെയാണ് സ്വർഗം. ആദിനിൻ, ആദിനിൻ എന്താണ്? താമസിക്കാനുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? ആദിൻ, താമസിക്കാനുള്ള, ഒരിക്കലും പുറത്താക്കാത്ത സ്ഥലം. തജ്രി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, അതിന്റെ താഴ്ഭാഗത്തുകൂടെ. തഹ്താറ, താഴെ, ഫൗഖറ, മുകളിൽ. മിൻ തഹ്തിഹ, അതിന്റെ താഴ്ഭാഗത്തുകൂടെ. അൽ അൻഹാർ, എന്താണ് അൻഹാർ? നദികൾ, പുഴകൾ, അരുവികൾ. നെഹ്റുൻ എന്നാണ് അതിന്റെ ഏകവചനം. സഹോദരങ്ങളെ, ഒരു യുക്തിവാദി മുമ്പ് ചോദിച്ചു, ഇതൊക്കെ മരുഭൂമിയിൽ ജീവിച്ച അറബികളെ മോഹിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണെന്ത്? മരുഭൂമിയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ പച്ചപ്പ്, വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരിക്കുമല്ലോ, അതുകൊണ്ട് അവരെ മോഹിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണെന്നൊരു വിഡ്ഢിയായ ഒരു യുക്തിവാദി പറയുകയുണ്ടായി. അപ്പൊ അതിന് മറുപടി കൊടുത്തൊരു മുസ്ലിം പറഞ്ഞിട്ടുള്ളത്, ശരി, മരുഭൂമി ജീവിക്കുന്ന ആളുകൾ അവിടെ നിൽക്കട്ടെ, നല്ല പച്ചപ്പും മഴയും പുഴയും ഒക്കെ ധാരാളമുള്ള കേരളത്തിലെ നമ്മൾ എവിടത്തേക്കാ വിനോദയാത്ര പോകാറുണ്ട്? മനസ്സിന് കുളിര് കിട്ടാൻ മരുഭൂമിയിലൊക്കെ. നമ്മൾ നേരെ തിരിച്ചങ്ങോട്ടേക്കല്ലേ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകാറുള്ളത്? മനസ്സിന് കുളിര് കിട്ടാൻ, പച്ചപ്പുള്ള, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന അങ്ങനത്തെ സ്ഥലമാണ്. അത് മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന, ഏതൊരു നല്ല മനസ്സുള്ള, ശുദ്ധപ്രകൃതിയുള്ള മനുഷ്യൻ ആഗ്രഹിക്കുന്ന, അവന്റെ മനസ്സിന് കേൾക്കുമ്പോൾ തന്നെ കുളിര് പകരുന്ന കാര്യങ്ങളാണ്. അതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും അങ്ങനെയുള്ള കേന്ദ്രങ്ങളാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ദുനിയാവുമായി പേരിലല്ലാതെ ബന്ധമില്ല. ഒരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ് സ്വർഗത്തിലെ സുഖങ്ങൾ. തജ്രി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, അതിന്റെ താഴ്ഭാഗത്തുകൂടെ. അൽ അൻഹാർ, അരുവികൾ. ഖാലിദീന ഫീഹ അബദ. ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞാൽ തന്നെ മതി. എന്താണ് അർത്ഥം? ശാശ്വതനാണ്. അബദൻ എന്ന് പറഞ്ഞത് എന്താണ്? എന്നേക്കും, എന്നേക്കും. ആരും അവരെ പുറത്താക്കുകയില്ല.
ഇവിടെ നിങ്ങളെ താമസം കഴിഞ്ഞ് ഇനി പോയിക്കോളൂ എന്ന് പറയുകയില്ല. റളിയല്ലാഹു അൻഹും വറദു അൻഹു. റളിയ അല്ലാഹു തൃപ്തിപ്പെട്ടു, അൻഹും അവരെ, വറദു അൻഹു അവർ തൃപ്തിപ്പെട്ടു, അൻഹു ആരെ? അല്ലാഹുവിനെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ഒരു മുസ്ലിം മരിക്കുമ്പോൾ തന്നെ മലക്കുകൾ വന്ന് പറയുമെന്ന്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന സമാധാനമടങ്ങുന്ന നഫ്സേ, ഇർജിഇ നീ മടങ്ങിക്കോളൂ, ഇലാ റബ്ബികി നിന്റെ റബ്ബിലേക്ക്, റാദിയതൻ മർദിയ തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി നേടിക്കൊണ്ടും, ഫദ്ഖുലി ഫി ഇബാദി എന്റെ അടിമകളുടെ കൂടെ നീ പ്രവേശിച്ചോളൂ, വദ്ഖുലി ജന്നതി എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിച്ചോളൂ എന്ന് പറയപ്പെടും. റളിയല്ലാഹു അൻഹും വറദു അൻഹു. ദാലിക അത് ആർക്കുള്ളതാണ്? ലിമൻ ആരാണോ ഖശിയ റബ്ബഹു സ്വന്തം റബ്ബിനെ ഭയപ്പെട്ടിട്ടുള്ളത്. ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു സഅദി റഹിമഹുല്ലാഹു തആല പറയുകയാണ്, ഐ ജന്നാത്തു ഇഖാമ. ജന്നാത്തു അദിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്നാത്തു ഇഖാമ താമസിക്കാനുള്ള സ്വർഗം, അവിടെ നിന്ന് പുറത്താക്കുകയില്ല. അതുപോലെ തന്നെ വല ത്വലബ് ലിഗായത്തിൻ ഫൗഖഹ സ്വർഗത്തിലെത്തിയാൽ പിന്നെ ഇവിടൊക്കെ മനുഷ്യന്റെ സ്ഥിതി എന്താണ്? നമുക്ക് എന്ത് കിട്ടിയാലും ഒരാള് വളരെ ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ അയാൾ ചിന്തിക്കും ഒരു നല്ല ജോലി ഉണ്ടാക്കണം, എന്നിട്ട് വിവാഹം ചെയ്യണം. അയാൾ അതൊക്കെ നേടി വിവാഹം ചെയ്താൽ ഉടനെ അടുത്ത ആഗ്രഹം വരും അല്ലേ? ഒരു നല്ല കുട്ടി വേണം, ആ കുട്ടി ഉണ്ടാവും. പിന്നെ ഉടനെ അടുത്ത ആഗ്രഹം വരും, കുട്ടി വലുതാണോ, പിന്നെ കുട്ടിനെ അതിന്റെ കല്യാണം കഴിപ്പിക്കണം, പിന്നെ അതിന് കുട്ടി ഉണ്ടാകണം. അങ്ങനെ ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, അയാളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും തീരുകയില്ല. മരണം വരെ അതായിരിക്കും. ഇന്നക ഖാദിഹുൻ ഇലാ റബ്ബിക ഖദഹൻ ഫമുലാഖീ. മനുഷ്യ നീ ഒരുപാട് അധ്വാനിച്ച് അവസാനം നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നവനാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ തീരുകയില്ല. എന്ത് കിട്ടിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് പോലെ ലൗ കാന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബ് അഹബ്ബ അൻ യകൂന ലഹു വാദിയൻ. സ്വർണത്തിന്റെ ഒരു താഴ്വര ഉണ്ടെങ്കിലും രണ്ടാമതൊന്ന് കിട്ടാൻ ആഗ്രഹിക്കും. നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. ഒന്ന് കിട്ടിയാൽ ഉടനെ അടുത്ത് നമ്മൾ ആഗ്രഹിക്കും, അടുത്ത ലക്ഷ്യം നമുക്കുണ്ടാകും. എന്നാൽ ജന്നാത്ത് അദിൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിലുള്ള മറ്റൊരു സൂചന എന്താണ്? അവിടെ എത്തിയാൽ ഇതിനപ്പുറത്തേക്ക് വേറൊന്നും ഇനിയില്ല. ഇനിയൊരു ലക്ഷ്യം അവിടെ ഇല്ല. അവിടെ സമാധാനം മാത്രമാണ്. അവിടെ ഇനി ടെൻഷനില്ല. ഇനി വേറെ ഇതിനേക്കാളും മുന്തിയതൊന്നും അവിടെ ആഗ്രഹിക്കാനില്ല. അവിടെ സമാധാനം മാത്രം, അവിടെ സുഖങ്ങൾ മാത്രം. അതാണ് ജന്നാത്തു അദിൻ. ഫറദിയ അൻഹും ബിമാ ഖാമു ബിഹി മിൻ മറാദി. അല്ലാഹു എന്തിനാണ് അവരെ തൃപ്തിപ്പെട്ടിട്ടുള്ളത്? അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചുകൊണ്ട്. അവരെന്തിനാണ് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുള്ളത്? ബിമാ അഅദ്ദ ലഹും മിൻ അൻവാഇൽ കറാമാത്ത് വജസീലിൽ മസൂബാത്ത്. വളരെ വളരെ വൈവിധ്യങ്ങളായ അനുഗ്രഹങ്ങൾ, അതുപോലെ ആദരവുകൾ, സുഖങ്ങൾ, സന്തോഷങ്ങൾ അല്ലാഹു അവർക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെടുകയാണ്. അൽ ജന്നത്തു വന്നാർ, സ്വർഗം നരകം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് അതിലെ വിശദാംശങ്ങൾ പഠിക്കാനുള്ള കേൾക്കാനുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള വിവിധങ്ങളായ സുഖങ്ങൾ കൊണ്ട് അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെടുകയാണ്. ദാലിക അൽ ജസാഉൽ ഹസൻ ലിമൻ ഖശിയ റബ്ബ. തന്റെ റബ്ബിനെ ഭയപ്പെട്ടവനാണ് അതുള്ളത്. ലിമൻ ഖാഫ അല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടു അവൻ. ഫഅഹ്ജമ അൻ മആസി, അല്ലാഹുവിനെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒന്നും അവൻ ചെയ്യുന്നില്ല. അല്ലാഹു നിർബന്ധമാക്കിയതെല്ലാം അവൻ ചെയ്യുന്നു. അതാണ് അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ അവനെ ഇബാദത്ത് ചെയ്യുക. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അങ്ങനെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അതാണ് യഥാർത്ഥത്തിലുള്ള ഖശിയത്ത് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നതും ശാശ്വതമായ സ്വർഗം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതും. ഈ ആയത്ത് ഒരു പ്രാവശ്യം ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه رضي الله عنهم ورضوا عنه ذلك لمن خشي ربه وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله